കാഞ്ഞങ്ങാട് ടൗണിലുള്ള പെട്രോൾ പമ്പിന്റെ എതിർവശത്തുകൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോഴായിരുന്നു കീശയിൽ നിന്ന് മൊബൈൽ റിങ് ചെയ്തു. മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴോ ദുബായിലുള്ള ചങ്ങാതി വിളിക്കുന്നതാണ്. അവന്റെ കോൾ അറ്റൻഡ് ചെയ്ത് അടുത്തുള്ള തണൽ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് സംസാരിച്ചു തുടങ്ങി. അവനോട് സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴായിരുന്നു ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടത്. മലബാർ ഹൗസിന്റെ മുമ്പിൽ വൻ ജനക്കൂട്ടം. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നേരെ അങ്ങോട്ട് വിട്ടു. മലബാർ ഹൗസിനകത്ത് കയറി ചോദിച്ചപ്പോ സംഭവം എനിക്ക് മനസ്സിലായി. ഇത്രയും ആൾക്കാർ ഇടിച്ചു കയറാൻ കാരണം മലബാറിലെ പ്രസിദ്ധമായ തലശ്ശേരി ദം ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ടാണ്. ഇന്ന് കാഞ്ഞങ്ങാടേക്ക് അതിഥിയായി വന്ന ദം ബിരിയാണി ഇനിയൊരിക്കലും തിരിച്ചു പോകില്ല. കാഞ്ഞങ്ങാടിനും സ്വന്തം. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഞാനും ചങ്ങാതിമാരും ബിരിയാണി ഓർഡർ ചെയ്തു. ലഗോൺ കോഴി ബിരിയാണി, സാദാ കോഴി ബിരിയാണി, പോത്ത് ബിരിയാണി, അങ്ങനെ വ്യത്യസ്തമായ രുചികൾ നിങ്ങൾക്ക് ആസ്വദിക്കും. ഞങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചത് ലഗോൺ കോഴി ബിരിയാണിയും നോർമൽ കോഴി ബിരിയാണിയാണ്. എന്റെ മുന്നിൽ വാഴയിലുള്ള ഇവനാണ് ലഗോൺ കോഴി ബിരിയാണി. തലശ്ശേരിയുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ നല്ല ചൂടുള്ള ദഹപൊന്തുന്ന ബിരിയാണി. പ്രത്യേക മസാലക്കൂട്ടുകൾ കൊണ്ട് തയ്യാറാക്കിയ നല്ല മൃദുവായ ചോറിൽ കോഴി കഷ്ണം വെച്ച് കഴിക്കുമ്പോൾ ദം ബിരിയാണിയുടെ സ്വാദ് എന്റെ സാറേ അത് വേറെ തന്നെയായിരുന്നു കേട്ടോ. റോട്ടറി സ്പെഷ്യൽ സ്കൂൾ സ്റ്റുഡന്റ് ആയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുബൈർ CK ആണ് ഈ മാസം ഏപ്രിൽ 25 വെള്ളിയാഴ്ച മലബാർ ഹൗസ് റെസ്റ്റോറന്റ് തനി നാടൻ രുചികളുമായിട്ട് കാഞ്ഞങ്ങാടിന് സമർപ്പിച്ചു. രുചിയുടെ ഒരു പുതിയ ലോകം ഇനി കാഞ്ഞങ്ങാടിനും ആസ്വദിക്കാം. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന്റെ കാര്യത്തിൽ കാഞ്ഞങ്ങാട് മറ്റെവിടെയും കാണാത്തത്ര സൗകര്യമുള്ളതായിട്ട് തോന്നിട്ടോ. കാഞ്ഞങ്ങാട് പെട്രോൾ പമ്പിന്റെ നേരെ എതിർവശത്തായിട്ടാണ് മലബാർ ഹൗസ് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം.